നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണം. KSRTC ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. സമരാനുകൂലികൾ തീവണ്ടികൾ തടഞ്ഞു. മഞ്ചേശ്വരത്ത് H1N1 സ്ഥിരീകരിച്ചു. ആശങ്കയൊഴിവാക്കാൻ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. ഉപ്പള ബായാറിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിൽ. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണം എന്ന ആഹ്വാനവുമായി ഉപ്പളയിലെ സമാധാന യോഗം. BJP പങ്കെടുത്തില്ല. BJP CPM അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സ്നേഹസന്ദേശ സംഗമം ഒരുക്കി കോൺഗ്രസ്. കാസർഗോഡ് നടന്ന പരിപാടി DCC പ്രസിഡന്റ് ഹക്കീം കുനിൽ ഉദ്ഘാടനം ചെയ്തു. ബച്ചാവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ അനിശ്ചിതകാല സത്യാഗ്രഹം 7ാം ദിവസത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണം. KSRTC ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ തീവണ്ടി തടഞ്ഞു. തൊഴിലാളി സംഘടനകൾ ദേശവ്യാപകമായി നടത്തുന്ന 2 ദിവസത്തെ പണിമുടക്ക് പുരോഗമിക്കുന്നു. ജില്ലയിൽ KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസുകൾ നടത്തിയില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രം നിരത്തിലിറങ്ങി. സമരക്കാർ ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ തടഞ്ഞു. മലബാർ എക്സ്പ്രസ്, ചെന്നൈ മംഗളൂരു മെയിൽ, ഇന്റർസിറ്റി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് തടഞ്ഞത്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കാസർഗോഡും കാഞ്ഞങ്ങാട്ടും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ജനങ്ങളെ ആകെ ബാധിക്കുന്ന, നാടിനെ ബാധിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പന രാജ്യത്തിന്റെ വിൽപ്പനയാണ്. അഴിമതി, രാജ്യത്തെ സമ്പത്ത് കുത്തിച്ചോർത്തലാണ്. ഈ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ജനമധ്യത്തിൽ അവതരിപ്പിച്ച് സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം ആർക്കും അടിയറ വെക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കാനും നിലവിലുള്ള തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ധർമ്മസമരമായി ഈ സമരം മാറുകയാണ്. തീർച്ചയായും ഇന്ന് ആരംഭിച്ച സമരം നാളെ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. സ്വാഭാവികമായും പണിമുടക്ക് തൊഴിലാളികൾ തെരുവിലിറങ്ങും. കാസർഗോഡ് പാലക്കുന്നിൽ സമരക്കാർ തുറന്ന കടകൾ അടപ്പിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും അക്രമികളെ പിടികൂടാനായില്ല. പോലീസ് സ്ഥലത്തു നിന്നും പോയതോടെ സംഘടിച്ചെത്തിയ സമരക്കാർ കട ബലമായി അടച്ചുപൂട്ടുകയും ചെയ്തു. സ്ഥാപനത്തിലെ പ്രിന്ററും മറ്റു ഉപകരണങ്ങളും തല്ലി തകർത്തു. സംഭവത്തിൽ CPM പ്രാദേശിക നേതാക്കളടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മഞ്ചേശ്വരത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. ഇവരെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശങ്കയൊഴിവാക്കാൻ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടികളും ഊർജിതമാക്കി. മഞ്ചേശ്വരം മച്ചമ്പാടി കോടിയിലെ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് H1N1 സ്ഥിരീകരിച്ചത്. ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കി. ഒരാഴ്ച മുൻപാണ് ഇവർക്ക് പനി ബാധിച്ചത്. മംഗളൂരു വെൻലോക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് H1N1 സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് പ്രതിരോധ മരുന്ന് നൽകി. ട്രീറ്റ്മെൻറ്റ് വാങ്ങി ഏകദേശം ഒരാഴ്ചക്കാലം ഈ വീട്ടുകാർ മുഴുവനും ട്രീറ്റ്മെൻറ്റ് നിരീക്ഷിച്ചായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ വീട് സ്റ്റേറ്റ് കവറായിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്ത് കുറച്ച് ഭയാനക അന്തരീക്ഷം ഉണ്ടാകുന്ന സംശയമുണ്ട്. ഒറ്റപ്പെട്ട പനികൾ ഈ നാട്ടിലുണ്ട്. ഈ വീട്ടിൽ തന്നെ 2 കുടുംബമായി 11 നാളുണ്ടായിരുന്നു. ഒരു കുടുംബം ഇവിടേക്ക് ഗസ്റ്റ് വന്നതാണത്. അതോടുകൂടി എല്ലാവർക്കും പനി ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിരീകരിച്ചത് 2-3 പേർ മാത്രം. ബാക്കിയുള്ളവർക്ക് പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുടുംബം സേഫാണ്. ബാക്കി നമുക്ക് മുൻകരുന്നതായി ഉണ്ടാകുന്ന അടിയന്തരമായി പ്രവർത്തനം നമുക്ക് ഇനി ചെയ്യേണ്ടതുണ്ട്. പകർച്ചവ്യാധികൾ പടരുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PH അബ്ദുൽ ഹമീദ് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകി. ഉപ്പള ബായാറിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിൽ. കുമ്പള പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു.
കഴിഞ്ഞ ദിവസം ഉപ്പള ബായാറിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് 5 പേർ അറസ്റ്റിലായത്. പ്രകാശ്, ഛനിയ, ലോകേഷ്, ഭുവനേഷ്, ജയപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവം നടന്ന് 48 മണിക്കൂറിനകം പ്രതികളെ പിടികൂടാനായത് പോലീസിന് നേട്ടമായി. CI സിബി തോമസ്, കുമ്പള സ്റ്റേഷൻ ഓഫീസർ പ്രേം സദൻ, മഞ്ചേശ്വരം SI ഷാജി, SI അനീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവിടെ തികച്ചും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും അതുപോലെ തന്നെ SP സാറും ഇവിടെ സന്ദർശിക്കുകയും ശ്രീനിവാസ സാർ ഇവിടെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ DYSP ആയിരിക്കുന്ന അസൈനർ സാറും വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ കൊണ്ടാണ് ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രതികളെ, കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും പോലീസ് CI സാറ്, സിബി തോമസ് സാറും അതുപോലെ തന്നെ മഞ്ചേശ്വരം SIൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീം പ്രതികളൊക്കെയും പിടികൂടുകയും ചെയ്തു. അറസ്റ്റിലായവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾക്കായി പോലീസ് CCTV ക്യാമറ പരിശോധിച്ചു വരികയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ ദ്വിദിന പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ട് പെൻഷൻ കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ദ്വിദിന പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ടാണ് പെൻഷൻ കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ കണ്ടില്ല എന്നും അതുപോലെ തന്നെ ജീവനക്കാരെയും മറ്റ് ഇതര വിഭാഗം ജനങ്ങളെയും കണ്ടില്ല എന്നും നടിച്ചുകൊണ്ട് ഭരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പണിമുടക്ക് നടത്തുന്നതിന് വേണ്ടി സർവീസ് സംഘടനകളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനയെല്ലാം മുന്നോട്ട് വന്നിട്ടുള്ളത്. KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് P കൃഷ്ണൻ അധ്യക്ഷനായി. K കുഞ്ഞിരാമൻ മാസ്റ്റർ, K രാമകൃഷ്ണൻ, ഗോപിനാഥൻ, VV ബാലകൃഷ്ണൻ, A നാരായണൻ മാസ്റ്റർ, ശാന്താകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി S ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ആക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആഹ്വാനവുമായി ഉപ്പളയിൽ സമാധാന യോഗം നടന്നു. അതേസമയം BJP യോഗം ബഹിഷ്കരിച്ചു. DYSP പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സമാധാന യോഗം നടന്നത്. ആരാധനാലയത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ മാത്രമേ തോരണങ്ങളും അലങ്കാരങ്ങളും കൊടിയും സ്ഥാപിക്കാവൂ എന്നും ആഘോഷം നടക്കുന്ന ആരാധനാലയങ്ങളുടെ പരിസരത്ത് ക്രമസമാധാനം നഷ്ടപ്പെടുത്തരുത് എന്നും യോഗത്തിൽ തീരുമാനമായി. ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായാലും അക്രമങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ ധാരണയായി. SI ഷാജി, അബ്ദുൾ റസാഖ് ചിപ്പാർ, BV രാജൻ, AKM അഷ്റഫ്, അർഷദ് വോർക്കാടി തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കൾ പങ്കെടുത്തു. BJP CPM അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സ്നേഹ സന്ദേശ സംഗമം ഒരുക്കി കോൺഗ്രസ്. കാസർഗോഡ് നടന്ന സ്നേഹ സംഗമം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. മതേതര കേരളത്തെ സംരക്ഷിക്കണം, മതേതര കേരളത്തിലേറ്റ മുറിവ് അടിയന്തരമായി ഉണക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ 280 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സ്നേഹ സന്ദേശ സംഗമവും പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. സംസ്ഥാനത്തെ IG-മാരുടെ ഏറ്റവും വലിയ VIP ഗസ്റ്റാക്കിക്കൊണ്ട് 2 സ്ത്രീകളെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തു എന്ന് കണ്ടാൽ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട മതവിശ്വാസികളോടൊപ്പമാണോ ഈ സർക്കാർ? അതല്ല, ഈ സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിടുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മനസ്സിനോടൊപ്പമാണോ ഈ സർക്കാർ എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്നേഹസംഗമത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് K ഖാലിദ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി K നീലകണ്ഠൻ, ബാലകൃഷ്ണൻ വോർക്കുടലു, VV പ്രഭാകരൻ, കരുൺ താപ്പ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ബച്ചാവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ എന്ന മുദ്രാവാക്യവും ഉയർത്തിയുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ അനിശ്ചിതകാല സത്യാഗ്രഹം 7ാം ദിവസത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനെതിരെ ബഹുജന പ്രക്ഷോഭവുമായി HRPMന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 7ാം ദിവസത്തിലേക്ക് കടന്നു. മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാനവും മംഗൽപാടി, പൈവളികെ, മീഞ്ച പഞ്ചായത്തിലെ 1.25 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ യാത്രാ കേന്ദ്രവുമാണ് ഉപ്പള. നേത്രാവതി, മാവേലി, ഏറനാട്, പരശുറാം എക്സ്പ്രസുകൾക്ക് ഉപ്പളയിൽ സ്റ്റോപ്പ് അനുവദിക്കുക, ഉപ്പള ടൗണിനെ തീരദേശ പ്രദേശമായ മണിമുണ്ടയുമായി ബന്ധിപ്പിക്കാനുള്ള
മേൽപ്പാലം നിർമ്മിക്കുക, റിസർവേഷൻ കൗണ്ടർ സ്ഥാപിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹം. 7ാം ദിവസത്തെ സത്യാഗ്രഹം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും ആർക്കും തന്നെയില്ല. ഇതെല്ലാം രാഷ്ട്രീയം പറഞ്ഞ് ചില മുതലെടുപ്പുകൾ മാത്രം നടത്തുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇന്നത്തെ കാലത്ത് വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മളുടെ നേതാക്കന്മാർ പോയി ജയിക്കാൻ വേണ്ടിയിട്ട് വളരെ ഘോരഘോരമായിട്ട് 5 വർഷത്തെ പ്രകടന പത്രികയിൽ കാണിച്ചു തരും, നമ്മൾ ഇന്നതെല്ലാം ചെയ്യുമെന്ന്. പിന്നീട് അതൊക്കെ എന്തായി മാറുന്നു എന്ന് നമ്മൾക്കറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ആരും തന്നെ ഇടപെടാത്തൊരു സാഹചര്യം. ജില്ലാ പ്രസിഡന്റ് കൂക്കൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി രാഘവ ചേരാൽ സ്വാഗതം പറഞ്ഞു. വ്യവസായ പ്രമുഖൻ അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായിരുന്നു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് KSSPU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് KSSPU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. തിങ്കളാഴ്ച BC റോഡിലായിരുന്നു ഐക്യദാർഢ്യ ധർണ നടന്നത്. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം വസ്തുത മറന്നുകൊണ്ടല്ല ഈ 48 മണിക്കൂർ ഇപ്പോൾ ഈ പണിമുടക്കിൽ ഏർപ്പെടുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത്. പക്ഷേ ആ 48 മണിക്കൂർ സഹിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടിനേക്കാളും എത്രയോ ദുരിതമാണ് നമ്മുടെ നാട്ടിലെ ജീവനക്കാരും സാധാരണക്കാരായ ആളുകളും സഹിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥ ഈ ഭാവിയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധർണയിൽ KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് രവിചന്ദ്ര അധ്യക്ഷത വഹിച്ചു. P. കുഞ്ഞമ്പു നായർ, M. കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, E. പ്രഭാകര പുതുവാൾ, അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള നുണപ്രചരണം ആസൂത്രിതവും ശക്തവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് നവമാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവമാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാനിലെ CPIM MLA-മാർ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയയാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആപ്പുകളും അതുവഴിയുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളുമായുള്ള ജൈവബന്ധം നിലനിർത്തിക്കൊണ്ടുതന്നെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും P. രാജീവ് പറഞ്ഞു. KP സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ സംസാരിച്ചു. VPP മുസ്തഫ സ്വാഗതം പറഞ്ഞു. പാർത്ഥിസുബ്ബ വേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. രാഷ്ട്രകവി ഗോവിന്ദ പൈ സ്മാരക ട്രസ്റ്റും കുഞ്ചത്തൂർ സാഹിത്യ കൂട്ടവും സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത്. റിട്ടയർഡ് തഹസിൽദാർ KP സോമശേഖർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ കമലാക്ഷ, V. നാരായണ മാസ്റ്റർ, B. സോമനാഥ തുടങ്ങിയവർ പങ്കെടുത്തു. ഗിളിബിന്ദു ഹാളിലായിരുന്നു പരിപാടി. ഗാനഗന്ധർവൻ യേശുദാസിന്റെ 79ാം പിറന്നാളിനോടനുബന്ധിച്ച് സംഗീതാരാധനയും സൗപർണികാമൃതം പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 10-ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. സംഗീതാരാധനയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18 വർഷങ്ങളായി ജനുവരി 10-ന് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടുവരുന്ന സംഗീതാർച്ചന ഈ വർഷവും 19ാമത്തെ വർഷം, അദ്ദേഹത്തിൻ്റെ 79ാം പിറന്നാൾ ഈ വർഷവും കൊണ്ടാടുകയാണ്. എല്ലാ വർഷവും
ഒരു പുരസ്കാരം കൊടുക്കാറുണ്ട്. ബഹുമുഖ പ്രതിഭകളെ കണ്ടെത്തി പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട്. സൗവർണികാമൃതം എന്നാണ് പുരസ്കാരത്തിൻ്റെ പേര്. ഇത് 10,001 രൂപയും ശില്പവും പ്രശംസിപത്രവും പൊന്നാടിയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇപ്രാവശ്യം കൊടുക്കുന്നത് ആകാശവാണി നിലയവിദ്വാൻ, മൃദംഗ വിദ്വാൻ, സംഗീതജ്ഞനായ എൻ ഹരിക്കാണ് കൊടുക്കുന്നത്. അത് വേദിയിൽ വെച്ച് ബഹുമാന്യനായ ആരാധ്യനായ ദാസേട്ടൻ കൊടുക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ, വി പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബഹ്റിൻ രാജകുമാരിയുടെ സന്ദർശനം. മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായാണ് രാജകുമാരിയും സംഘവും ആശുപത്രി സന്ദർശിച്ചത്. ബഹ്റിൻ രാജകുമാരി ഷെയ്ഖ് നൂറ ബിന്ത് ഖലീഫ അൽ ഖലീഫാൻഡും ഒമാൻ ബഹ്റിൻ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘവുമാണ് മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചത്. ആരോഗ്യ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരുള്ള സംഘമാണ് സന്ദർശനത്തിൽ പങ്കെടുത്തത്. ഒമാൻ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കായി ഇന്ത്യാന ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു ചടങ്ങും ആശുപത്രിയിൽ ക്രമീകരിച്ചിരുന്നു. ഇന്ത്യാന ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ യൂസഫ് കുംബ്ലെ, ചെയർമാൻ ഡോക്ടർ അലി കുംബ്ലെ, വൈസ് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവരടങ്ങുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബഹ്റിൻ രാജകുമാരി നടത്തിയ ചർച്ചയിൽ ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയം ഗവൺമെന്റ് സ്പോൺസേർഡ് രോഗികൾക്ക് ഇന്ത്യാന ഹോസ്പിറ്റലിൽ ചികിത്സ ലഭ്യമാക്കുന്നതിന് എംപാനൽമെന്റ് തയ്യാറാക്കി അന്തിമ അംഗീകാരത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരെ ഇന്ത്യാനയിലേക്ക് എത്തിക്കാൻ തീരുമാനമായി. മംഗലാപുരത്തിനും ഇന്ത്യാന ഹോസ്പിറ്റലിനും ഇതൊരു നാഴികക്കല്ലാണെന്ന് ഡോക്ടർ യൂസഫ് കുംബ്ലെ പറഞ്ഞു. ഇന്ത്യാന ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും വിശ്വസനീയമായ ആഗോള ആരോഗ്യ പരിപാലന സംരംഭമായി മാറുന്നുവെന്ന് രാജകുമാരി പറഞ്ഞു. വനിതാ സംവരണ ബിൽ പാസാക്കണമെന്ന ആവശ്യം മഹിളാ സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനത്തിന് സമാപനം. വനിതാ സംവരണ ബിൽ പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിൽ പാസാക്കണമെന്ന് മഹിളാ സംഘം കാഞ്ഞങ്ങാട് മണ്ഡല സമ്മേളനം ആവശ്യപ്പെട്ടു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിൽ പോയാൽ പൈസ കൊടുക്കാനില്ല, സ്വന്തം കയ്യിൽ പൈസ ഉണ്ടായിട്ടും നമ്മുടെ ചികിത്സക്ക് ചെലവഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. 86% നോട്ടും നിരോധിച്ചു. നമ്മുടെ ശരീരത്തിന്റെ ഒരു 86% ജീവനില്ലാതെ ബാക്കി ആകെ ഉണ്ടായിരുന്നത് 14% നോട്ടുകൾ. ആ 14% ഈ ബാക്കിയിലെ 86%യും നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അത് ഇത്ര വർഷമായിട്ട് നമ്മൾ കള്ളപ്പണം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ നോട്ട് നിരോധിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ എല്ലാ നോട്ടും തിരിച്ചു വന്നിട്ടും കള്ളപ്പണം കണ്ടെത്താനുള്ള ഒരു നടപടി ഇന്ന് എടുത്തിട്ടില്ല. നോട്ടെല്ലാം തിരിച്ചു വന്നത്, കള്ളനോട്ടുകളൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി പി മിനി, ബിന്ദു പുല്ലൂർ, കെ ശ്രീലത, സാവിത്രി കണ്ണോത്ത്, ടി വി സുശീല, ബിന്ദു പാണന്തോട്, ലിജു അബുബക്കർ, എ ദാമോദരൻ, സി കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ബിന്ദു പുല്ലൂരിനെ പ്രസിഡന്റായും വി പി മിനിയെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണം. KSRTC ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. സമരാനുകൂലികൾ തീവണ്ടികൾ തടഞ്ഞു. മഞ്ചേശ്വരത്ത് H1N1 സ്ഥിരീകരിച്ചു. ആശങ്കയൊഴിവാക്കാൻ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. ഉപ്പള ബായാറിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിൽ. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന ആഹ്വാനവുമായി ഉപ്പളയിലെ സമാധാന യോഗം. BJP പങ്കെടുത്തില്ല. BJP CPM അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സ്നേഹ സന്ദേശ സംഗമം ഒരുക്കി കോൺഗ്രസ്. കാസർഗോഡ് നടന്ന പരിപാടി DCC പ്രസിഡന്റ് ഹക്കീം കുനിൽ ഉദ്ഘാടനം ചെയ്തു. ബച്ചാവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ അനിശ്ചിതകാല സത്യാഗ്രഹം 7ാം ദിവസത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.